നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. രണ്ട് രാജ്യങ്ങളും പരസ്പരം തങ്ങളുടെ പ്രധാന ശത്രുക്കളെ വധിക്കാനുള്ള ശ്രമങ്ങൾ നിരവധി തവണ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും അതുപോലെ സഹപ്രവർത്തകർക്ക് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതിനു മുമ്പ് ഇറാൻ്റെ പ്രോക്സികളായ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും തന്നെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ നേതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സുരക്ഷ നേരത്തെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഈ സന്ദർഭത്തിലാണ് നെതന്യാഹുവിൻ്റെ ഭാര്യയ്ക്കും രണ്ട് ആൺമക്കൾക്കും ഒരുപക്ഷെ ഒക്ടോബർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു പരാജയപ്പെട്ടാൽ പോലും തുടർന്നും സുരക്ഷ നൽകണം എന്ന് ഉറപ്പാക്കുന്ന ബില്ല് പാസ്സാക്കിയത്. ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നെതന്യാഹു മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ ഒരു മകനെ, രണ്ട് ആൺമക്കളിൽ ഒരാളിനെ ഇറാൻ വധിക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്നാൽ ഇത് എന്ന് നടന്നു എന്നുള്ളതിനെക്കുറിച്ചോ എവിടെ വെച്ചാണ് ശ്രമം നടന്നതെന്നോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ നെതന്യാഹു വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം പറയുന്നത്, എൻ്റെ കുടുംബാംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇറാൻ നടക്കുന്നത്. അവർ എൻ്റെ കുടുംബാംഗങ്ങളെ വധിക്കാനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ അതിനെ ചെറുത്ത് നിൽക്കാൻ ഇസ്രായേലിന് കഴിയും എന്ന രീതിയിലുള്ള ഒരു അവകാശവാദവും നെതന്യാഹു ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പല പ്രതിപക്ഷ കക്ഷികളും ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് ഇസ്രായേൽ ജനതയെ ബോധ്യപ്പെടുത്താനായി നെതന്യാഹു നടത്തുന്ന നാടകമാണ് ഇത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജൂലൈയിൽ നെതന്യാഹുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ആ ഒരു നിയമം കൊണ്ടുവന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ വിമർശനം ഉയർന്നാൽ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നെതന്യാഹു ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിനെ തന്നെ ഇസ്രായേൽ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു മാധ്യമത്തിലാണ്. ആ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറോട് ടെലിഫോണിൽ സംസാരിക്കുമ്പോഴാണ് നെതന്യാഹു ഇക്കാര്യം തറപ്പിച്ച് പറഞ്ഞത്. നെതന്യാഹുവിൻ്റെ രണ്ട് ആൺമക്കൾ, ഒരാൾ ഇസ്രായേൽ തന്നെയാണ് താമസിക്കുന്നത്, മറ്റേയാൾ മിയാമിയിലാണ് താമസം. ഇതിൽ ആരെയാണ് വധിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യവും ഇനി വ്യക്തമല്ല. മാത്രമല്ല, ഇസ്രായേൽ സർക്കാരിൻ്റെ സുരക്ഷാ വിഭാഗമായ ഷിൻബെ ഈ മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാം തന്നെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെയും സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ ഒരു ആരോപണം നെതന്യാഹു ഉന്നയിക്കുന്നതിൻ്റെ ആധികാരികതയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത ഇപ്പോഴും ഒന്നിനൊന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇറാൻ്റെ പരമോന്നത നേതാവിനെയും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും കൂട്ടത്തോടെ വധിച്ച സംഭവത്തിൽ നെതന്യാഹുവിനെ വളരെ കാലമായി തന്നെ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള, ഏറ്റവും ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുന്ന ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് നൽകുന്ന വിവരങ്ങളനുസരിച്ചാണ് നെതന്യാഹു, അതിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ അവിടുത്തെ മന്ത്രിമാരും ഒക്കെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നെതന്യാഹുവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ കുടുംബാംഗങ്ങളെയോ അങ്ങനെ ആക്രമിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും പ്രധാനമന്ത്രി തന്നെ നെതന്യാഹു ആധികാരികമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വലിയ തോതിലുള്ള ഞെട്ടലുണ്ട്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഒരുപക്ഷെ ഇതിനോട് പ്രതികരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ള ആ വിവരം നേരത്തെ അമേരിക്ക ധരിപ്പിച്ചത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദാണ്. തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിക്ക് എത്തുന്ന ട്രംപിനെ വധിക്കാനായി ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിന് ഒടുവിൽ തൻ്റെ എയർഫോഴ്സ് 1 എന്ന ഔദ്യോഗിക വിമാനത്തിൽ നിന്ന് മാറി മറ്റൊരു ചെറു വിമാനത്തിൽ UK പോകേണ്ടി വന്നത്. അന്നുണ്ടായ സംഭവവികാസങ്ങളൊക്കെ തന്നെ അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള അമ്പരപ്പാണ് സൃഷ്ടിച്ചിരുന്നത്. നേരത്തെയും ഈ മൊസാദ് പലതവണ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അതൊക്കെ അദ്ദേഹം അന്ന് നിസ്സാരമായി എടുക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയായിരുന്നു സ്ഥിതി. എന്നാൽ വളരെ തെളിവ് സഹിതം ആധികാരികമായി തന്നെയാണ് അവർ ഇക്കാര്യം സൂചിപ്പിച്ചത്. ട്രംപിൻ്റെ വിമാനത്തെ ഏത് രീതിയിലാണ് ആക്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പോലും അവർക്ക് വ്യക്തമായിരുന്നു. തുർക്കി ഇറാനും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. തുർക്കിയിലേക്ക് എത്തുന്ന ട്രംപിൻ്റെ വിമാനത്തെ ആക്രമിക്കാനാണ് അവർ പദ്ധതിയിട്ടിരുന്നത്. മാത്രവുമല്ല, ട്രംപ് ഈ തുർക്കിയിലേക്ക് വന്ന എയർഫോഴ്സ് 1 വിമാനമാകട്ടെ നേരത്തെ അദ്ദേഹത്തിന് ഖത്തർ രാജകുടുംബം സമ്മാനിച്ചിരുന്നതാണ്. ഈ വിമാനത്തിൽ ശരിക്കുമുള്ള നേരത്തെ ഉണ്ടായിരുന്ന എയർഫോഴ്സ് 1 സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് ഒടുവിൽ ട്രംപിനെ മറ്റൊരു വിമാനത്തിൽ കയറ്റിവിടേണ്ട അവസ്ഥ ഉണ്ടായത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ അവർ നട്ടലായി പ്രവർത്തിക്കുന്നത് ഈ മൊസാദ് എന്ന ചാരസംഘടന തന്നെയാണ്. അവർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഏതായാലും നെതന്യാഹു ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണവും പ്രതിപക്ഷം അതിൻ്റെ രംഗത്തെത്തിയതുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, നെതന്യാഹുവിൻ്റെ എതിരാളികൾക്ക്, അതായത് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇപ്പോൾ പ്രത്യേക സുരക്ഷ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തെ എന്നല്ല ഏത് സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും സുരക്ഷ ആവശ്യപ്പെടാമെന്നും
അത് നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നുമാണ് ഈ ടെലിഫോൺ അഭിമുഖത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോക നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണ ഭീഷണി നീളുന്നു എന്നുള്ളത് ശരിക്കും ഒരു അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ പോലും, പൊതു തെരഞ്ഞെടുപ്പിനെ പോലും ഒരു പക്ഷേ ഇത് ബാധിക്കാനും തനിക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങളെ മാറ്റിമറിക്കാനുമായി നെതന്യാഹു ശ്രമിക്കുമെന്നും പ്രതിപക്ഷത്തിനറിയാം. എന്താണെങ്കിലും ഇറാനെതിരായ യുദ്ധത്തെ ഇസ്രായേൽ ജനത ഒന്നടങ്കം നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നെതന്യാഹുവിന് അനുകൂലമായി മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം.